കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും അനുപമ പരമേശ്വരൊക്കെയുള്ള പുതിയൊരു സിനിമ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. ഇത് കുറച്ച് നാളുകളായിട്ട് വിവാദത്തിലായിട്ടുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അതായത് കേന്ദ്ര സെൻസർ ബോർഡ് ഇതിന് പ്രദർശനാനുമതി നൽകുന്നില്ല. അവർ പറയുന്നത് ഈ ജാനകി എന്ന് പറയുന്ന പേര് സീതയുടേതാണെന്നും ഇത് ഇങ്ങനെയുള്ള ഒരു സിനിമയ്ക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നുമാണ്. അപ്പോൾ ഇതിന്റെ പ്രൊഡ്യൂസർക്ക് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് നമ്മുടെ കേരളത്തിലെ എല്ലാ പ്രൊഡ്യൂസേഴ്സിന്റെയും അസോസിയേഷനൊക്കെ വന്നിരുന്നു. ഹൈക്കോടതിയിൽ ഒരു ഇതിന് വേണ്ടി പോയി. അപ്പോൾ ഹൈക്കോടതിയിൽ സമർപ്പിച്ച അഫിഡവിറ്റിൽ ഈ സെൻസർ ബോർഡ് പറയുന്ന ഒട്ടും നമുക്ക് ലോജിക്കില്ലാത്ത കാര്യങ്ങൾ, ഒന്ന്, ഇത് സീതയുടെ പേരാണ്. രണ്ട്, ഈ കോർട്ട് രംഗങ്ങൾ വരുമ്പോൾ ഇതിൽ മുസ്ലിം നാമധാരിയായ ഒരാൾ ഈ സീതയുടെ പേരുള്ള ജാനകിയെ ക്രോസ് വിസ്താരം നടത്തുന്നുണ്ട്. അതുപോലെ 96 കട്ടുകൾ വേണം എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ഹൈക്കോടതി ഈ സിനിമ കണ്ടു. അതിന്മേൽ സെൻസർ ബോർഡ് തിരുത്തൽ വരുത്തി. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയിലെ ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നാക്കിയാൽ മതിയെന്നും ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ ജാനകി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് മ്യൂട്ട് ചെയ്താൽ മതിയെന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ ഏകദേശം ഒരു തീരുമാനമായി. ഇതിവിടെ പറയാൻ കാര്യം ഇതിൽ അഭിനയിച്ചിരിക്കുന്ന കേന്ദ്രമന്ത്രിയുടെ ചില കാര്യങ്ങളെക്കുറിച്ചാണ്. അതായത് നമ്മുടെ നാട്ടിൽ പല കാര്യങ്ങൾ വരുമ്പോഴും വാചാലനാകുന്ന, ഇവിടുത്തെ മീഡിയയോട് പൊട്ടിത്തെറിക്കുന്ന ഇദ്ദേഹം ഈ കാര്യത്തിൽ ഇതുവരെയും ഒരു അക്ഷരവും മിണ്ടിയിട്ടില്ല. അടുത്ത ജന്മം ജനിക്കുമ്പോൾ പൂണൂലുള്ള ഒരു ബ്രാഹ്മണനായി ജനിക്കണമെന്നും, അതുപോലെ എമ്പുരാന്റെ പ്രശ്നങ്ങൾ നിലവിൽ വന്നപ്പോൾ അത് പ്രോഫിറ്റ് നേടാൻ ബിസിനസ് മാത്രമാണെന്നും, ഞാൻ എന്റെ പേര് മാറ്റാൻ വേണ്ടി അവരടുത്ത് വിളിച്ചു പറഞ്ഞിട്ടുണ്ടെന്നും വാചാലനായി ഇദ്ദേഹം സ്വന്തം സിനിമയുടെ കാര്യത്തിൽ സെൻസർ ബോർഡ് ഇങ്ങനെ കത്തിവെക്കാൻ വന്നപ്പോൾ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. മിസ്റ്റർ സുരേഷ് ഗോപി, നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും ചേർക്കുന്ന വർഗീയത നിങ്ങളുടെ കാര്യത്തിൽ വന്നപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ മിണ്ടാതിരിക്കുന്നു? ഈ മൗനം വിദ്വാനുഭൂഷണമാണെന്ന് വിചാരിക്കരുത്. ഈ നാട്ടുകാർ ഇത് മുഴുവൻ കാണുന്നുണ്ട്. ഇനിയെങ്കിലും നിങ്ങൾ വാതുറന്ന് മിണ്ടിയില്ല എങ്കിൽ ഇനി മറ്റെന്തെങ്കിലും കാര്യങ്ങൾ വാതുറന്ന് മിണ്ടാൻ വരുമ്പോൾ ഇവിടുത്തെ മീഡിയയും നാട്ടുകാരും വേണ്ട രീതി കൈകാര്യം ചെയ്യും.